My fiancé saying yes to me for 24 hours. Yes. 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 Baby. ഹലോ ഗൈസ്, അയ്യോ എനിക്ക് ഇവരെ കണ്ണു കാണുന്നില്ല. ഹലോ ഗൈസ്, ഇന്ന് ഒരു സൺഡേ ആണ്. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാണ്. വാട്ട് എന്താണെന്നറിയോ? മൈ ഫിയാൻസി സെയിങ് യെസ് ടു മീ ഫോർ 24 hours. ആഹാ എന്തല്ലേ. സോ എൻ്റെ ഫിയാൻസി കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പം രാവിലെ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയത്തൊന്നും എഴുന്നേക്കാറില്ല. അപ്പം നിന്റെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ എഴുന്നേക്കുക എന്നുള്ളതാണ്. എഴുന്നേക്ക് saying yes to me for 24 hours. Okay, yes. എന്നിട്ട് എഴുന്നേക്കോ? Yes. എണീക്ക്. Yes. അവൻ എഴുന്നേക്ക്. അവൻ എഴുന്നേക്ക്. അവൻ is all ready for the challenge. ഒന്നിങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക്. ഓക്കെ, സോ നിന്റെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ടാസ്ക് അല്ല, ത്രൂ ഔട്ട് ദ ഡേ ഉള്ള ഒരു കാര്യമാണ്. സോ ഞാൻ പറയും, യു ഹാവ് ടു സേ യെസ്. എന്താന്ന് ഒരു ഐഡിയ ഉണ്ടോ? എന്താ? കോഫി. നോ, ബിഫോർ ദാറ്റ് യു ഹാവ് ടു കോൾ മീ ബേബി ക്യൂൻ ത്രൂ ഔട്ട് ദ ഡേ. എല്ലാം പറയുമ്പോൾ ബേബി ക്യൂൻ എന്ന് വിളിക്കണം. ബേബി ക്യൂ അല്ല, ബേബി ക്യൂൻ. ഓക്കെ, യെസ് ബേബി ക്യൂ എന്ന് പറയൂ. Yes, baby Q. ബേബി ക്യൂ അല്ല, ബേബി ക്യൂൻ. Yes, baby Q. ആമൻ. Yes, baby Q. ഇന്ന് ത്രൂ ഔട്ട് നീ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ സ്വന്തം വ്ളോഗ് ചെയ്യണം. വിച്ച് മീൻസ് നീ ഇപ്പൊ പല്ല് തേക്കാൻ പോണത് ബാത്റൂമിൽ നിന്ന് നീ ഒരു കുഞ്ഞ് സ്നിപ്പറ്റ് എടുക്കണം. യെസ് ബേബി ക്യൂൻ. Yes, baby Q. ഓക്കെ, അപ്പൊ പോയാട്ടെ. ഇതൊരെണ്ണം എടുത്ത്. ഓക്കെ, സോ നിന്റെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അതെ, എനിക്ക് ആ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള സ്റ്റാർബക്സിന്റെ ആ ഒരു ഇതില്ലേ, അത് മെഷീനിലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നീ അല്ലാണ്ട് നീ 1-2 വീഡിയോസ് ഇന്നലെ ഞാൻ കാണുമ്പോ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായില്ലേ? ഇല്ല, ശ്രദ്ധിക്കണ്ടായില്ല. അന്നത്തെ നോക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാ മതി. യെസ് എടാ, ബേബി ക്യൂൻ. സോ ദേ നമുക്ക് കോഫി ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോയി എടുത്തതാണ്. സോ നമ്മളെ നെക്സ്റ്റ് ടാസ്ക്, ബാക്കിൽ എൻ്റെ ഐപാഡ് കണ്ടോ? കണ്ടില്ല? ഞാൻ എടുത്തുതരാം. പ്രോക്രിയേറ്റ് എടുത്തിട്ട് ബ്രോന് ഞാനൊരു ചെറിയ പ്രോക്രിയേറ്റ് ട്യൂട്ടോറിയൽ തരും രാവിലെ. അത് നോക്കി നീ ഒരു ചിത്രം വരയ്ക്കണം. അതാണ് നിന്റെ അടുത്ത ടാസ്ക്. മേ ബി ലെസ് ദാൻ 25 minutes എടുക്കുള്ളൂ. 5 minutes എടുക്കാൻ പറ്റുമോ? അതില്ല, ഞാൻ തരുന്നത് നീ ചെയ്യണം. ഇങ്ങോട്ട് ചോദ്യമില്ല. എന്താ? ക്യൂൻ ബേബി. യെസ് ബേബി ക്യൂൻ. ഓക്കെ, പറ. ഈ ഒരു ഡ്രോയിങ് ഇവൻ വരയ്ക്കണം. ഇതൊരു 16 minutesന്റെ താഴെ ഉള്ളതാണ്. ആദ്യം നീ ആ പെൻസിൽ അതിൽ നിന്ന് എടുത്തേ. ഇത് വേണ്ട, ഓക്കെ ഞാൻ എടുത്തരാം. ഈ മഷ്റൂം ആണ് എന്റെ ഹൈലൈറ്റ്. ഇതാണ് അവൻ വരച്ചിട്ടുള്ളത്. നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഗുഡ് ജോബ്. താങ്ക്സ് ബോക്കി. സോ ദേ പ്രോക്രിയേറ്റിൽ വരച്ച് ഇവൻ വന്ന് ഇരിക്കുന്നുണ്ട്. സോ നമ്മളെ എൻ്റെ നെക്സ്റ്റ് ആവശ്യം ഇസ് എനിക്ക് ഇന്ന് നോവ ലുണ്ടിൽ പോണം, നോവ മോളിൽ പോണം. പറ. മര്യാദക്ക് പറ. നോവയിൽ പോണം. സേ യെസ് ബേബി ക്യൂൻ. പോവാം ബേബി ക്യൂൻ. ഓക്കെ, സോ അതെന്തായാലും പോണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നീ എനിക്ക് ഇന്നിടാനുള്ള ഡ്രസ്സ് നീ എന്റെ വാർഡ്രോബ് ഒന്ന് പിക്ക് ചെയ്ത് വെക്കണം. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഡ്രസ് സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ എൻ്റെ സ്റ്റൈൽ ചെയ്യും, എന്നിട്ട് ആ സ്റ്റൈലിന് ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇവർക്ക് എടുക്കാൻ പോകുന്നത്. എൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം അതിനങ്ങനെ പേരില്ല. ഏതൊരു ഔട്ട്ഫിറ്റിന്റെയും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പീസാണ് അണ്ടർവെയർ. ഫസ്റ്റ് നമ്മൾ വിൽ ചൂസ് ദി അണ്ടർവെയർ. ഓക്കെ, ഫോൺ താഴെ പോയി, ബട്ട് നോട്ട് ടു വറി. വിന്റർ ആയത് കാരണം സെക്കൻഡ് പീസ് ആണ് തെർമൽസ്. ഓക്കെ, ഔട്ട്ഫിറ്റ് എടുക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ് എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ക്രിട്ടിക്കൽ പീസ് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ആദ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പാൻസ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതിന്റെ മേലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ കളറിലുള്ള ഒരു സ്വെറ്റ് ഷർട്ടാണ്. ഒരു ലൈം ഗ്രീൻ നെറ്റഡ് സ്വെറ്റ് ഷർട്ട്. പിന്നെ അതിന്റെ മേലെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇറ്റ്സ് വിന്റർ ഒരു ജാക്കറ്റാണ്. വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ്. ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്, അതുകൊണ്ട് ലിങ്ക് കൊടുക്കാൻ പറ്റാം. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇതിട്ടിട്ടുള്ള ഫുൾ ലുക്ക് ഞങ്ങൾ ഇവിടെ സൈഡിൽ കൊടുക്കും. ഏകദേശം ഇവിടെ വരും ഇത്. അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ സ്റ്റൈൽ ചെയ്തെന്നല്ല പെറുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ ആ വാർഡ്രോബിന്റെ സെക്കൻഡ് ഡ്രോ എന്റെ ഡ്രസ് എടുക്കുമ്പോൾ നീ വാരി വലിച്ചിട്ടുണ്ട്. അപ്പൊ ആ സെക്കൻഡ് റോ നീ ഒന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ് നിന്റെ ടാസ്ക്. ആകെ സെക്കൻഡ് റോയെ നിനക്ക് തരുന്നുള്ളൂ. സെക്കൻഡ് റോ വേഗം പോയിട്ട് മടക്കി വെക്കാം. അടുത്ത ടാസ്ക് ഇപ്പം സമയം 8 മണി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഉള്ള ബസ് പിടിക്കണം നോവയിലേക്ക് പോകാൻ വേണ്ടിട്ട്. പിടിക്കാം. അതിന് പറ. പോയി നിൽക്കണോ റോട്ടില്? വേണ്ട. പറ. റെഡി ആവണോ? അല്ല, ഫുഡ് കഴിക്കണോ? യെസ്, എനിക്കൊരു ബനാന സ്മൂത്തി വേണം. ഓക്കെ, അത് മതി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ എനിക്കത് പോയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടെത്താം. ഓക്കെ. യെസ് ബേബി. മര്യാദക്ക് പറ. യെസ് ബേബി. സോ മൈ സ്മൂത്തി. Here you go. Yeah. Thanks bro. Welcome bro. സോ ദേ അമ്മനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇൻ 15 മിനിറ്റ്സ് ബസ് ഉണ്ട്. അതിന്റെ മുന്നേ യു ഹാവ് ടു ഡു എ ടിക്ടോക്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ വീഡിയോ വിത്ത് മീ. ഞാൻ പാട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യും. 2 പ്രാവശ്യം എനിക്ക് കാണാൻ സമയം തരും. ആൻഡ് നീ എൻ്റെ കൂടെ ചെയ്യണം. ആദ്യം തൊട്ടായി അമ്മ തുടങ്ങിയ നേരെ തൊട്ടാലേ തുടങ്ങുന്നത്. നീ ഇവിടെ അപ്പോൾ ദേ 9:23 ആയിട്ടാണ് കേട്ടോ. നമ്മൾ നോവയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അവൻ എൻ്റെ കൂടെ പെട്ടെന്ന് ഒരു ടിക്ടോക്ക് ചെയ്തു. ടിക്ടോക്ക് അല്ല, ബേസിക്കലി റീൽ ഇടാൻ വേണ്ടിയിട്ട്. ഓൾസോ ഞാൻ 2 ബാഗ് എടുത്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ക്യാരി ഈ ബാഗ്. അതാണ് ഇന്നത്തെ സേ യെസ്. ബേബി ക്യൂൻ. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് ബസ് പിടിക്കാം. തോളിട്. നിന്റെ അടുത്ത ടാസ്ക് യു ഹാവ് ടു ഇല്ല നീ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മളിപ്പോ എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊളാബറേറ്റർ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. യെസ് എന്ന് പറ. ഇന്നത്തെ നിന്റെ ടാസ്ക് ഇതാണ്. യെസ് എന്ന് പറയാൻ പറ്റണം. ഇല്ല വീഡിയോ പറ. സോ നമ്മളിത് ജസ്റ്റ് പോസ്റ്റഡ് ടു അമൻസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഞാനല്ല പോസ്റ്റ് ചെയ്തത്, നീ അല്ലേ പോസ്റ്റ് ചെയ്തത്? നീയാണ് ഹിറ്റ് പോസ്റ്റ് ചെയ്തത്. അതെ, അത് ഞാനാണ്. അപ്പൊ നമ്മളത് ഫൈനലി പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് പോകേണ്ടത് ആ മോളിലേക്കാണ്. ആ മോൾ. അപ്പൊ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. സോ നമുക്ക് കുറച്ച് സമയമുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു ഈസ്, എന്റെ കയ്യില് എന്റെ ഈ പൗച്ചിനകത്ത് എന്റെ ക്യാമറ ഉണ്ട്. അതിൽ എനിക്ക് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് ഇവിടുന്ന് എടുത്തു തരണം. Yes, baby can. ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇവൻ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു തന്നു. ഞാൻ പിന്നെ ഇവന് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു ചെറുതായി. സോ അമ്മൻ നമ്മളിപ്പോ നോവലെത്തി. ഇങ്ങോട്ട് നോക്ക്. നീ എന്തിനാ അപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് അറിയോ? നോവൽ പോവാനല്ലേ? പോടാ, നമ്മളെന്താ ഷോപ്പിങ്ങിനാണ് വന്നത്. ആണോ? യെസ്. ശരി, നമുക്ക് കട തുറന്നുണ്ടോന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. എനിക്ക് ലിൻഡെക്സിൽ പോണം, സ്റ്റേഡിയത്തിൽ പോണം, പിന്നെ ഒരു സ്റ്റേഷനറി കടയിൽ പോണം. അത് 3 കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അപ്പൊ ഇതിന് പറയോ? യെസ് പറയോ? ഇങ്ങോട്ട് നോക്കി പറ. ക്യൂൻബി അല്ല, ബേബി ക്യൂൻ. ഷോപ്പിംഗ് ഉണ്ട്. പക്ഷെ ബിഫോർ ദാറ്റ് ഷോപ്പിങ്ങിന്റെ സാധനമൊക്കെ പിടിച്ച് നമ്മൾ നടക്കേണ്ടി വരില്ലോ. അതുകൊണ്ട് എനിക്ക് ഷോപ്പ് ചെയ്യണം. അതിന് നീ യെസ് പറ. ബേബി ക്യൂൻ. ഇപ്പം നമ്മൾ പോണത് ഇവിടെ എവിടെയോ ഒരു നെയിൽ സലൂൺ ഉണ്ട്. അപ്പം നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്റെ നെയിൽസിൽ പെയിന്റ് അടിക്കണം, നെയിൽ പോളിഷ് ഇടണം. വേണ്ട. സോ നീ പറ. താങ്ക് യു ബ്രോ. ടാടാ. ഇപ്പം ഞാൻ എൻ്റെ നെയിൽസ് ചെയ്തു. സോ ഇനി നമുക്ക് സ്റ്റേഡിയത്തിൽ പോവാം. സോ ഞാൻ വന്നത്
എനിക്ക് എൻ്റെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഗോഗിൾസ് വേണം, എനിക്ക് ക്യാപ്പ് വേണം, എനിക്ക് ഈ നോസ് ക്ലിപ്പ് വേണം. അപ്പം ഇതെല്ലാം ബ്രോ വാങ്ങിത്തരണം. പോയി ബില്ല് ചെയ്തോളൂ. സോ നെക്സ്റ്റ് കാര്യം, അമൻ ഇങ്ങോട്ട് നോക്കൂ. എനിക്ക് കുറച്ച് സ്റ്റേഷനറി സാധനം വാങ്ങിക്കണം. കുറേ ഒന്നുമില്ല, അങ്ങനെയല്ല. യെസ് ബേബി ക്യൂൻ. ഇല്ല ഇല്ല, നോ നോ നോ, ജസ്റ്റ് പറ യെസ് ബേബി. ഇല്ല, ഞാനല്ലേ പറയണ, ഇന്ന് എടുക്കില്ല. ആമന് കിങ് അല്ല, ബേബി ക്യൂൻ. ഒന്നുകൂടെ പറ. ഓക്കെ, ഇതല്ല, ഇതും വാങ്ങിച്ചു. അതേപോലെ തന്നെ ഈ ഒരു കളറിംഗ് ബുക്കും വാങ്ങിച്ചു. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് ലിൻഡെക്സ്. ഇങ്ങോട്ട് നോക്കൂ, പറയൂ. യെസ് ബേബി ക്യൂൻ. സോ ലിൻഡെക്സിൽ നിന്ന് ഞാൻ ജീൻസ് വാങ്ങാനാണ് വന്നത്. ഞാനിവിടെ ഒരു ജീൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ജീൻസ്. ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ നീളത്തിൻ്റെ ഒരു ജീൻസ് കിട്ടിയതാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ട്രൈ. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതന്നെ അല്ലേ എനിക്ക് കൺഫ്യൂഷൻ. ഒന്ന് പോയി ട്രൈ ചെയ്തോ. വാങ്ങട്ടെ ബ്രോ, വാങ്ങട്ടെ. യെസ് ബേബി ക്യൂൻ. സോ ദേ നമ്മൾ ഈ ജീൻസ് എടുത്തു, ബില്ല് ചെയ്യാൻ പോണു. സോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഫുഡാണ്. നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയും എന്ത് കഴിക്കണം, എന്ത് വാങ്ങണം എന്നുള്ളത്. ഇല്ലല്ല, ഒന്ന്. അത് നമ്മൾ പകുതി ആക്കി കഴിക്കും. ഇങ്ങോട്ട് നോക്കിയേ. ഓക്കെ, പറ. സോ നമ്മളെ ഫുഡ് വന്നു. എനിക്ക് ഫ്രൈഡ് റൈസും. ഇതെന്താമൻ? ഇത് ലാം ആൻഡ് റൈസ്. ഓക്കെ, ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അവനൊരു ഇത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആൻഡ് നമുക്കൊരു സ്മൂത്തി ഓർ ജ്യൂസ്. അതെന്താ? ഇതാണ് പൈനാപ്പിൾ പാരഡൈസ്. സോ നമുക്ക് ഫുഡ് കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ അടുത്ത ടാസ്ക് നമുക്ക് ഫുഡ് കിട്ടി. അപ്പം യു ഹാവ് ടു ഫീഡ് മീ. യെസ് ബേബി ക്യൂൻ പറ. എൻ്റെതല്ല, നിൻ്റെതെന്ന് ആദ്യത്തെ ഒരു ബൈറ്റ് എനിക്ക് ഫീഡ് ചെയ്താണ്. അത് മതി, വളരെ വെറുതെ ക്രിഞ്ചാക്കണ്ട. പീസൊക്കെ വേണം. നീ എടുത്തതിൻ്റെ എല്ലാ സാധനങ്ങളും എനിക്ക് വേണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നവരെ നീ ഫീഡ് ചെയ്യണ്ടേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മാങ്ങയുണ്ടോ? എൻ്റെ നെയിൽസ് കണ്ടോ? കറിയും വേണം, ചോറും വേണം. സൂപ്പർ സാധനം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ, ബ്രോ ഒരു സ്പീച്ച് പറയണം. ബട്ട് ദ ടോപ്പിക് ഇസ് ഞാൻ ഒരു ഗേൾ ഫ്രണ്ട് അപ്രീസിയേഷൻ സ്പീച്ച് ആയിരിക്കണം. പക്ഷെ അതിന്റെ മുന്നേ ഒരു ചെറിയ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നെയിൽസ് ചെയ്തല്ലോ. സോ ബ്രോനെ നെയിൽസ് ചെയ്യാണ്ട് എനിക്ക് ബ്രോനെ കൊണ്ട് ആ സ്പീച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു വിഷമം. അതുകൊണ്ട് ബാഗിന്റെ സൈഡില് ടിഷ്യൂ ഇട്ടില്ലേ, അതിന്റെ അവിടെ ഒരു നെയിൽ പോളിഷ് ഉണ്ട്. എടുക്ക്. ഓക്കെ, അത് താ. അപ്പം ഞാൻ ബ്രോൻ്റെ കയ്യിൽ ഈ നെയിൽ പോളിഷ് ഇട്ട് തരും. ഒരു 2 മിനിറ്റ് ബ്രോ അത് ഉണക്കാൻ വെക്കും. എന്നിട്ട് ബ്രോ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കാണിച്ചും കൊണ്ട് ഒരു ഗേൾ ഫ്രണ്ട് അപ്രീസിയേഷൻ സ്പീച്ച് ചെയ്യണം. അതൊക്കെ ഉണ്ട്, പറ. അപ്പം ആദ്യം നീ നെയിൽ ഇടണ്ടേ? അത് ചെയ്യാം, നീ പറ. ഓക്കെ. യെസ് ബേബി ക്യൂൻ. മര്യാദക്ക് പറ. ഓക്കെ, നല്ലോണം സ്കിന്നിലൊന്നും ആക്കല്ലേ. സോ ദേ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുത്തു. എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ ഇൻ ഐസൊലേഷൻ കൈ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ ആണ് കുറച്ചൊരു. പക്ഷെ എന്റെ അടുത്ത് ഗ്ലൗസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ, നോക്കട്ടെ. അത് തൊടണ്ട. ഇനി കുറച്ചു നേരം അതങ്ങനെ വെച്ചോ. അപ്പം നെയിൽ പോളിഷൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി
യെസ് ഗേൾ ഫ്രണ്ട് അപ്രീസിയേഷൻ സ്പീച്ച് യെസ് ബേബിക്കോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തോ. യെസ് ബേബിക്കോൺ. ഓക്കെ. ബഹുമാനപ്പെട്ട യൂട്യൂബ് വ്യൂവേഴ്സ്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർ, സഹോദരൻ, വേറെ ഫ്രണ്ട്സ് ആൻഡ് മൈ ഡിയർ ഗേൾ ഫ്രണ്ട്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഗേൾ ഫ്രണ്ട് അപ്ലിക്കേഷൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അത് ഗേൾ ഫ്രണ്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് രണ്ട് കൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കൈ യൂസ്. ഒന്നിക്കാൻ നമുക്ക് അതിൽ ഗേൾ ഫ്രണ്ടിനെ ഫുള്ളായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പറയാം, അല്ലെങ്കിൽ എന്തിനാണ് ആ ഗേൾ ഫ്രണ്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയത്, അങ്ങനെ പറയാം. It's up to you. ബ്രോ It's up to you. ഇല്ല, നിന്നാണ് ഇന്ന് അമൻ നിന്റെ ഇഷ്ടത്തിന് പറയാം. എൻ്റെ ഇഷ്ടത്തിനാ. അപ്രീഷിയേറ്റ് ചെയ്യാനാണെങ്കിൽ ആക്ച്വലി ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. വെരി ലവിങ്, വെരി വൃത്തി, ഭയങ്കര കൃത്യനിഷ്ഠം, കുറച്ച് ഓവർ കൃത്യനിഷ്ഠം, കുറച്ച് ഓവർ വൃത്തി, കുറച്ച് ഓവർ ആങ്സൈറ്റി, അപ്രീസിയേഷൻ ആണ്. ശരി. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ലൈഫിന് പറ്റിയ ക്വാളിറ്റീസ് ആയി. പക്ഷേ പ്രശ്നം എന്താ പറയുക, ഞാൻ ആക്ച്വലി ഈ ഒരു രീതിയിൽ ഈ ഒരു ടോപ്പിക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് മുന്നേ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കമ്മിറ്റ് ആയത്, വൈ ഡു യു ലൈക്ക്, എന്താണ് അതിൻ്റെ ബാക്കിലുള്ള സംഭവം എന്നൊക്കെ. ഞാൻ അതിനെപ്പറ്റി നാളെ ഷവർ ചെയ്ത് എനിക്ക് ബാധിക്കണ്ടേ. എനിക്ക് കിട്ടിയ ആൻസർ എന്താ പറയുക, അതിനൊരു ആൻസർ ഇല്ല. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു, അയാൾ ജീവിതത്തിലൂടെ കടന്നു പോവാണ്. അപ്പോൾ അയാളുടെ അടുത്ത് നീ ചോദിക്കുകയാണ് ലൈഫിൻ്റെ പർപ്പസ് എന്താണ്. അപ്പോൾ അയാൾ പറയും, കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ പറയണ്ടാവും ലൈക്ക് ഫ്രണ്ട്സിനോട് പുറത്ത് പോകാൻ കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോഴായിരിക്കും അയാൾ ഏറ്റവും ഹാപ്പി. ഒരു പാർട്ട്ണറെ കാണുമ്പോൾ അയാൾ പറയും ഈ ആളെ കൂടി ജീവിക്കുകയാണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്. ഈ ഒരു കുട്ടി ജനിക്കുമ്പോൾ അയാൾ റിയലൈസ് ചെയ്യും അല്ല ഈ കുട്ടിയാണ് എൻ്റെ പർപ്പസ്. ചിലപ്പോൾ വയസ്സായി വേറെ എന്തെങ്കിലും സിവിൽ സർവീസ് ചെയ്യുമ്പോൾ അയാൾ മാറും. പക്ഷേ പുള്ളി മരിക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവണില്ല എന്താ പർപ്പസ് എന്ന്. പക്ഷെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുക ഇതാണ് പർപ്പസ് എന്ന്. നിന്റെ കാര്യം അങ്ങനെയാണ്. ദ ഫാക്ട് ഇസ് ദാറ്റ് ഐ ലവ് യു. പക്ഷെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ ഇവരുടെ ഞാൻ ഭയങ്കര അട്രാക്റ്റഡ് ആവേണ്ടാണോ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, പക്ഷെ അതല്ല ട്രൂത്ത്. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ, പക്ഷെ അതുമല്ല ട്രൂത്ത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും വേറെ എന്തോ ആണല്ലോ. മനസ്സിലായോ? പക്ഷെ ദ ഫാക്ട് ഇസ് ദാറ്റ് ആ ലവ് ഇല്ലേ അതിൻ്റെയൊക്കെ ബാക്കിലുള്ള സാധനം കുറച്ചുകൂടെ ഒരു ഫണ്ടമെന്റൽ പ്രിമിറ്റീവ് സാധനം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അത് അതിൻ്റെയൊക്കെ ബാക്കിലാണ്, അതിന് അതീതമാണ്. അപ്പൊ അപ്രീസിയേഷന്റെ പ്രശ്നം അതാണ്. കഴിഞ്ഞു. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം ആണ് ഭയങ്കരമായിട്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ പോലെ അറിയില്ല എന്തുകൊണ്ടോ ഇഷ്ടമാണ്. സോ അവന്റെ സ്പീച്ച് സോക്കോൾഡ് സ്പീച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പണ്ടത്തെ എക്സ്റ്റംബർ താരമായിരുന്നു കേട്ടോ, സഹോദയ കലോത്സവങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന. പ്രൈസ് കിട്ടിയില്ല, പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു താരമായിരുന്നു. ആ താരമാണ് ഇപ്പൊ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഒന്ന് റിവൈൻഡ് ഇതൊക്കെ കണ്ടിട്ട് എനിക്കത്ര ക്ലിയർ ആയില്ല. പിന്നെ എനിക്ക് കുറച്ച് ബോധക്കുള്ളതുകൊണ്ടായിരിക്കും. അതെന്തായാലും അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള നിന്റെ ടാസ്ക് അല്ല, ഇനി എനിക്കൊരു എക്സ്പ്രസോണ് ഹോട്ട് അല്ല ഗോൾഡ് കാരമൽ ഹോട്ട് ചോക്ലേറ്റ് വേണം. ഗോൾഡ് കാരമൽ ഹോട്ട് ചോക്ലേറ്റ് വേണം. പറ. ഗോൾഡ് കാരമൽ ഹോട്ട് ചോക്ലേറ്റ്. അത് പറയാനല്ല, യെസ് ബേബിക്യൂ. അപ്പൊ പോയി വാങ്ങിട്ട് വരാ. പോവാ, അങ്ങോട്ട് നടക്ക നേരെ നടന്ന് അങ്ങോട്ട് നടക്ക പോവാ. ഞാൻ പോയിട്ട് വരാം. നമ്മൾ ആക്ച്വലി റൂമിലേക്ക് പോകാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ലുൻസിയൊക്കെ ഇപ്പം ലുൻസി ഇറങ്ങാം, ഫ്ലൈങ് ടൈഗറിൽ പോയി നോക്കാം. ബിക്കോസ് എന്തായാലും എനിക്കൊരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് അങ്ങനത്തെ എന്തെങ്കിലും ഹൈലൈറ്റർ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റ് വാങ്ങിക്കണം. അത് നോക്കാം. പിന്നെ എന്തായാലും ഫ്ലൈങ് ടൈഗർ അല്ലേ എനിക്ക് ഇഷ്ടം പോവാൻ. പിന്നെ ഇന്ന് ഈ ഒരു ദിവസം കൂടെ ആണല്ലോ. അപ്പോ യുനോ ബ്രോ ഈ രണ്ട് സാധനങ്ങൾ എനിക്ക് വേണം. പറ.
യെസ് ബേബി ക്യൂൻ. യെസ് ബേബിക്കാൻ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. വേറെ എത്രയൊക്കെ ഉള്ളൂ? അല്ല, ഞാൻ നോക്കാം. ഇവിടെ അങ്ങനെ ഒന്നും കാണില്ല. അല്ല, നീ യെസ് ബേബി ക്യൂൻ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ബസ് പോവില്ല നമ്മളെ. ഇല്ല, യെസ് ബേബി ക്യൂൻ എന്ന് പറഞ്ഞാൽ മതി. പറ. Yes, babycan. കിട്ടിയ ചാൻസിൽ അത് പോയി ബില്ല് ചെയ്തു. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഫിയാൻസി സേയിങ് യെസ് ടു മീ ഫോർ 24 hours. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.